ഛേ ഇവരെന്തിനിവിടെ വന്നതെന്നാണ് ചോദിച്ചുകൊണ്ടിരുന്നേ ചെയ്യുന്നു. 8-10 വർഷമായിട്ട്, അല്ലെങ്കിൽ തിങ്കിൾ ഇപ്പോൾ വന്നിട്ട് ഒരു 3-4 മാസമേ ആയിട്ടുള്ളൂ ദുബായിൽ നിന്ന് വന്നിട്ട്. തിങ്കിൾ പറഞ്ഞ കാര്യമാണ്, ഞാനും ഡാലും ഷോക്കായിപ്പോയി. സീരിയസ്ലി, ഇത്രയും 8 വർഷം ഫ്രണ്ട്ഷിപ്പിന് ഫേക്കായിട്ട് കാണിച്ച ആളാണോ ഈ ബിഗ് ബോസിൽ കിടന്ന് ഈ ബാനു എന്ന് പറഞ്ഞ കുട്ടിയുടെ ഒപ്പം ഡിംപിൾ ബാനു ഫ്രണ്ട്ഷിപ്പ് എന്നും പറഞ്ഞ് ഫേക്കായിട്ട് കാണിച്ച് സ്ട്രാറ്റജി കളിച്ചത്? ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് 8-9 വർഷത്തെ ഫേക്കാണ്. അങ്ങനെയാണ് ആ കുട്ടി പെരുമാറിയിരുന്നെങ്കിൽ ഇതും ഫേക്കായിരിക്കില്ലേ? പബ്ലിക് സ്റ്റാൻഡിന് വേണ്ടിയിട്ടായിരിക്കില്ലേ? അതെല്ലാം പോട്ടെ, ഒരു മരിച്ച ജൂലിയറ്റ് എന്ന് പറഞ്ഞൊരു കുട്ടിയുടെ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് പൊക്കി പറഞ്ഞോളൂ ഡിംപിൾ ഇപ്പം സംസാരിച്ചു. എന്ത് ബേസിലാണ് സംസാരിച്ചിരിക്കുന്നത്? ഇപ്പം ലൈവായിട്ട് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരത്ത് ആത്മാർത്ഥത കാണിക്കാത്ത ആൾ മരിച്ചൊരു കുട്ടിയുടെ പേര് പറഞ്ഞ് എന്ത് ആത്മാർത്ഥതയാണ് കാണിക്കാൻ പോകുന്നത്? അതും ഈ 8-9 വർഷത്തിൽ ജൂലിയറ്റ് എന്ന് പറഞ്ഞ ഒരു വാക്ക്, ആ ഒരു പേര് പുള്ളിയുടെ വായെന്ന് ഞങ്ങൾ കേട്ടിട്ടില്ല. ഇത്രയും ഷെയർ ചെയ്ത്, ഇത്രയും സംസാരിച്ചു, ഇത്രയും പേഴ്സണലായിട്ടുള്ള ഡീറ്റെയിൽസ് ഷെയർ ചെയ്ത് ഞങ്ങളുടെ അടുത്ത് ഇതുവരെ. ട്രൂ ആണ് മാസയുടെ കാര്യം സംസാരിച്ചിട്ടുണ്ട്, ഇടയ്ക്ക് സംസാരിക്കാറുണ്ട്, മിസ് ചെയ്യുന്നുണ്ടെന്ന് പറയാറുണ്ട്. കാരണം എനിക്ക് മാസേനെ അറിയാം. ഞാൻ ബാംഗ്ലൂർ പോയപ്പോഴത്തേക്ക് ഞാൻ മാസേനെ പരിചയപ്പെട്ടിട്ടുള്ളതാണ്. ഇസ്രായേലിയൻ കുട്ടിയാണ്, പാവം, അതവിടെ കഷ്ടപ്പെടുകയാണ്. ഫ്രണ്ട്ഷിപ്പ് മാസേനെ അറിയാം. പക്ഷേ ഈ ജൂലിയറ്റ് എന്ന് പറഞ്ഞൊരു കുട്ടിയുടെ കാര്യം ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. 8-10 വർഷമായിട്ട് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. സീരിയസ്ലി ഐ എം ടെല്ലിങ്. അത് കഴിഞ്ഞ് ഈ കുട്ടിയുടെ വീട്ടിൽ പോയി ബിഗ് ബോസിലേക്ക് സെലക്ഷൻ കിട്ടിയ ആ ഒരു മാസം ഗ്യാപ്പിൽ കൂടി നടന്ന സ്ട്രാറ്റജിയാണ് ഇതെല്ലാം. ആ കുട്ടിയുടെ വീട്ടിൽ പോയി യൂണിഫോം ഇടുക, അതൊക്കെ എന്തെങ്കിലും ആയിക്കോട്ടെ, അതെല്ലാം അവരുടെ ഗെയിം ആയിരിക്കാം, അല്ലെങ്കിൽ അവർ പബ്ലിക്കിനെ ഫേക്ക് ആക്കാൻ വേണ്ടി ചെയ്തതായിരിക്കാം. അതൊന്നും എനിക്ക് സംസാരിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഒരു മരിച്ച കുട്ടിയുടെ പേര് പറഞ്ഞ് ഒരു ബിഗ് ബോസ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിൽ പോയിട്ട് ഫെയിം ആൻഡ് പബ്ലിസിറ്റി നേടുന്നതാണ് ഒരു പേഴ്സണാലിറ്റി. അതും 8-10 വർഷം ഫ്രണ്ട്സായിട്ട് ഞങ്ങളുടെ ഒപ്പം ഫേക്ക്നെസ് കാണിച്ചിട്ട് ഇത് പോയി മീഡിയയിൽ പോയി പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് പൊക്കി ഫ്രണ്ട്ഷിപ്പാണെന്നും പറഞ്ഞ് നടക്കുന്നതാണോ ആക്ച്വൽ റിയൽ പേഴ്സൺ കാണിക്കുന്നത്? ഡിംപിളിനെ അറിയുന്ന ആൾക്കാരടുത്ത് ചോദിച്ചു, നിങ്ങൾ ആരായാലും ഇൻട്രസ്റ്റുള്ള ആരടുത്ത് പറയും. ഇത്രയും ബോൾഡായിട്ടുള്ളതും ഇത്രയും ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള കുട്ടിയില്ല. റിയലി സീരിയസ്. 8-9 വർഷമായിട്ട് ഞാൻ കാണുന്നതാണ്. പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്സ് യൂസ് ചെയ്ത് പ്ലാറ്റ്ഫോമിൽ പോയിട്ട് ഇത്രയും മീഡിയ സപ്പോർട്ട് അല്ലെങ്കിൽ ഇത്രയും ഫാൻസിനെ എടുക്കാൻ വേണ്ടിയിട്ട് ഇത്ര ആൾക്കാരനെ ഫൂൾ ചെയ്യുന്നത് കൊണ്ടാണ് ഞാനിതൊരു അവയർനെസ് പോലെ, എൻ്റെ എക്സ്പീരിയൻസ് ത്രൂ നിങ്ങൾക്കൊരു അവയർനെസ് പോലെയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അല്ലാതെ ആരുടെയും പേഴ്സണലായിട്ട് ഹറാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നുമല്ല. ജൂലിയറ്റിൻ്റെ ഇഷ്യൂ, പിന്നെ ക്യാൻസർ പേഷ്യൻ്റ് എന്ന് പറയുന്നത്, ക്യാൻസർ സർവൈവർ എന്ന് പറയുന്നത്, വിത്ത് ഓൾ റെസ്പെക്ട്, ഞാൻ ക്യാൻസർ സർവൈവേഴ്സിന് റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണ്. നമുക്കറിയാൻ പറ്റില്ല, നമ്മൾ അവരുടെ ആ പെയിനിൽ പോയാൽ നമുക്കത് മനസ്സിലാവുള്ളൂ. ഒരാൾ ക്യാൻസർ സർവൈവർ ആണെങ്കിൽ അയാളൊരു റീബോൺ പേഴ്സൺ ആണ്. അയാളൊരു പുതിയ മനുഷ്യനായിട്ടാണ് ജനിക്കേണ്ടത്. കാരണം മരണത്തിൻ്റെ വക്കിൽ ചെന്ന് ഇത്ര പെയിൻ, ഇത്ര ഫീലിങ്സ് എല്ലാം അടിച്ചിട്ട് പിന്നെ ഒരു പുതിയൊരാളായിട്ട് എല്ലാ ആൾക്കാരും വരുന്നത്. അവരെല്ലാവരും ഒരു എന്താ പറയുക, സൂപ്പർ ഹീറോ അല്ലെങ്കിൽ ഒരു മോഡലായിട്ട് അല്ലെങ്കിൽ ഒരു എന്താ പറയുക, പഠിക്കാനായിട്ടുള്ള ഒരാളായിട്ടാണ് വരേണ്ടത്. ഇത് എനിക്ക് ക്യാൻസർ ഉണ്ട് അല്ലെങ്കിൽ ഉണ്ടായിരുന്നു, സീരിയസ്ലി അതാണൊരു വേർഡ്, ഉണ്ടായിരുന്നു എന്ന് ആള് പബ്ലിക്കിന് അറിയാൻ വേണ്ടിയിട്ട് ഒട്ടും താല്പര്യമില്ലാത്ത ആൾക്കാരാണ് ഇൻഡസ്ട്രിയിലുള്ള എല്ലാ ആൾക്കാരും. ഇപ്പം എൻ്റെ വീട്ടിൽ സ്ഥിരം വന്നുകൊണ്ടിരുന്ന ആളെ എൻ്റെ മമ്മിക്ക് അറിയായിരുന്നു, എൻ്റെ സിസ്റ്റേഴ്സിന് അറിയാൻ പാടില്ല, എൻ്റെ ഓൺ സിസ്റ്റർ ഇൻ ലോനും അറിയാൻ പാടില്ല. അവർ ഈ ബിഗ് ബോസിന് വന്നപ്പോഴാണ് ചോദിച്ചിട്ട് ഡിംപിളിന് ഇങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു. അത്രയും സീക്രട്ടായിട്ട് വെച്ച ആൾ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് വിളിച്ചും കരഞ്ഞും പറയുക എനിക്ക് ക്യാൻസർ ആയിരുന്നു, ഐ എം ക്യാൻസർ സർവൈവർ എന്ന് പറയുന്നെങ്കിൽ അതെന്ത് പബ്ലിസിറ്റി സ്റ്റാൻഡാണെന്ന് എനിക്കറിയാൻ പാടില്ല. അവിടെ നിന്ന് ഫൈറ്റ് ചെയ്ത് കാണിക്കണമായിരുന്നു, അല്ലാതെ സിമ്പതി പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ടല്ല ചെയ്യേണ്ടത്. ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളുമാണ് പബ്ലിക്കിനെ ചീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പബ്ലിക്കിൻ്റെ അടുത്ത് സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. ഐ എം റിയലി സാഡ്. കാരണം എനിക്ക് ഡിംപിളിനെ പറ്റി ഇങ്ങനെ പറയേണ്ടി വരുമല്ലോ എന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു അവസ്ഥയായിരുന്നു അത്. പക്ഷെ എനിക്ക് പറയേണ്ടി വന്നു. കാരണം ആ ബാനു എന്ന് പറഞ്ഞ കുട്ടി, റീസൺ ഞാൻ പറയാം. ബാനു എന്ന് പറഞ്ഞ കുട്ടി ബിഗ് ബോസിൽ നിന്ന് എലിമിനേറ്റായി ഇറങ്ങിയിട്ട് ഫ്ലൈറ്റ് ടിക്കറ്റ് ആ കുട്ടി കൂട്ടിയിട്ട് വീട്ടിലേക്ക് ബുക്ക് ചെയ്യാം, കാലിക്കറ്റിലേക്ക്. അത് ബുക്ക് ചെയ്യാതെ കൊച്ചിനിൽ വന്ന് തിങ്കളുടെ അടുത്ത് വന്നു, കണ്ടു, സംസാരിച്ചു, പിക്ചേഴ്സ് എടുത്തു. ആ പിക്ചേഴ്സും ലൈവും എല്ലാം തിങ്കൾ നല്ലോണം യൂസ് ചെയ്തിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ. ബാനു വന്നു സപ്പോർട്ടീവ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഈ കുട്ടി 10-15 പ്രാവശ്യം വിളിച്ചിട്ട് ഒരു പ്രാവശ്യം കോൾ എടുക്കാൻ പറ്റിയില്ല.
അല്ല എല്ലാവരും വീട്ടിലും നമുക്ക് ആ ഒരു ഫീലിങ്സ്, കാരണം എനിക്ക് ഐ ഡോണ്ട് നോ, കാരണം ആ ഒരു ഫീലിംഗ് ത്രൂ പോയാലും മനസ്സിലാവുള്ളൂ. പക്ഷെ എന്നാലും ഇത്രയും ബന്ധം ഫ്രണ്ട്ഷിപ്പ് പൊക്കി പിടിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒരു കോൾ എടുത്തിട്ട് സംസാരിക്കാമല്ലോ. ഐ ഡി നോട്ട് കോൾ, ഞാൻ വിളിച്ചിട്ടില്ല. കാരണം എനിക്കറിയാം വാട്ട് വിൽ ബി ദ റെസ്പോൺസ് ഉള്ളത് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ വിളിച്ചിട്ടില്ല. ആ ബാനുവിനെ വിളിച്ചിട്ട് അതിൻ്റെ വോയിസ് നോട്ട് ആരോ ഒരു യൂട്യൂബ് ചാനലിലിട്ട് അതിൻ്റെ അടിയിലെ കമൻസ് ഞാൻ ഇന്നലെ രാത്രി വായിക്കുകയായിരുന്നു. സീരിയസ്ലി ഇത്രയും ഫേക്ക് ആയിട്ടുള്ള ഒരാളിനെ സപ്പോർട്ട് ചെയ്ത് നമ്മളുടെ ഇന്ത്യയുടെ ഫ്ലാഗ് പിടിച്ച്, അല്ലേ, ഇന്ത്യയുടെ ഫ്ലാഗ് പിടിച്ച് വേൾഡിനെ ഒരു നേഷൻ, ഒരു രാജ്യത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കുട്ടീനെയാണ് നിങ്ങൾ ഈ പറയുന്നത്. അതും ആർക്ക് വേണ്ടിയിട്ട്? ഇത്രയും ഫേക്ക് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിക്ക് വേണ്ടിയിട്ടോ? നിങ്ങൾക്ക് ആക്ച്വലി എന്താ സംഭവിച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസിൽ വന്നിരിക്കുന്ന മിക്ക കണ്ടസ്റ്റൻസിൻ്റെയും പാസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. മിക്ക ആൾക്കാരെയും പാസ്റ്റ്, ഞാൻ ആരെയും പേരെടുത്ത് പറയുന്നില്ല, എല്ലാവരെയും പാസ്റ്റ് അണ്ടർസ്റ്റുഡ് ആണ്. ഡിംപിളുടെ പാസ്റ്റ് ആർക്കും അറിഞ്ഞുകൂടാ. വാട്ട് ഷീ വാസ്, എന്താ ഉള്ള ക്യാരക്ടർ, എന്താ സ്വഭാവം എന്നുള്ളത് വളരെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രം അറിയാൻ പാടുള്ളൂ, ഞങ്ങളെപ്പോലത്തെ ആൾക്കാർക്ക്. അതുകൊണ്ട് ബിഗ് ബോസിൽ കയറി എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ ഓൾറെഡി അവോയ്ഡ് ചെയ്തു. ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് എൻ്റെ പിക്ചേഴ്സൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അത് എന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മേ ബി ഇങ്ങനത്തെ ഒരു സ്ട്രാറ്റജി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരിക്കണം, അതുകൊണ്ടായിരിക്കണം. വെരി ബാഡ്. അതിൻ്റെ കമൻസ്, ബാനുവിൻ്റെ ആ യൂട്യൂബ് ചാനലിൻ്റെ അടിയിലെ കമൻസ് ഞാൻ വായിച്ചിട്ട് സീരിയസ്ലി ആൾക്കാർക്ക് ഇങ്ങനെയൊക്കെ റെസ്പോണ്ട് ചെയ്യാൻ പറ്റും? ഇങ്ങനെ പച്ചത്തെറി ഒരു പെൺകുട്ടീനെ വിളിക്കാൻ പറ്റുമോ? നിങ്ങൾ എന്ത് ഫാൻസ് എന്നാണ് പറയുന്നത്? നിങ്ങൾക്കും അറിയാൻ പാടില്ല ആൾക്കാരെ. നിങ്ങൾ മനസ്സിലാക്കുക ആരാണ് ഫേക്ക്, ആരാ ജെനുവിൻ എന്നുള്ളത്. ഒന്നുമില്ലെങ്കിലും നമ്മൾ റെസ്പെക്ട് ചെയ്യേണ്ട ഒരാളല്ലേ. നമുക്കൊക്കെ ഒരു ചാൻസ് കിട്ടും ഇന്ത്യയുടെ ഫ്ലാഗ് പിടിച്ച് നമ്മുടെ കൺട്രീനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട്. അതും ആ കുട്ടി റിലീജിയസ് ആയിട്ടുള്ളൊരു സ്ഥലത്തുനിന്ന് വന്ന് അതിൻ്റെ കാര്യങ്ങളെല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അതെല്ലാം ഓർമ്മയിൽ വെച്ച് ഡ്രസ്സിങ്ങിലായാലും എന്തെങ്കിലും ആയാലും അല്ലേ, അതെല്ലാം വെച്ചിട്ട് ചെയ്യുന്ന ഒരു കുട്ടീനാണോ നിങ്ങൾ ഇത്രയും മോശമായിട്ട് പറയും? ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായത്, എനിക്ക് ഭയങ്കര ഹേർട്ടായി. ബിഗ് ബോസിൽ കയറി ആദ്യം തന്നെ ബാനുവിനെ പിടിച്ച് ഫ്രണ്ട്ഷിപ്പ് എന്നും പറഞ്ഞു, ഡിംപിൾ ബാനു ഫ്രണ്ട്ഷിപ്പ് എന്നും പറഞ്ഞിട്ടായിരുന്നു ഒരാഴ്ച. ആ ഫ്രണ്ട്ഷിപ്പിന് എന്ത് പറ്റി? അല്ലേ, ഒരു കോൾ എടുക്കാൻ പറ്റിയില്ല. ഫാദർ മരിച്ചു, ഓക്കെ, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. പക്ഷെ ഒരു കോൾ വിളിച്ചിട്ട് ബാനു ഞാൻ തിരിച്ചു വിളിക്കാം, അല്ലെങ്കിൽ ഇപ്പം സംസാരിക്കാൻ പറ്റില്ല, ഞാൻ തിരിച്ചു വിളിക്കാമെന്ന് പറയേണ്ട കാര്യമേ ഉള്ളൂ. അത് ആർക്കായാലും പറയാം. ക്ലോസ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞല്ലേ, ബാക്കിയുള്ളവർ വിളിക്കുമ്പോൾ എടുക്കണ്ട. ക്ലോസ് ഫ്രണ്ട്സ് എന്ന് പറയുന്ന ആൾക്കാർ അതിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇറ്റ്സ് വെരി ബാഡ്. എനിക്ക് ശരിക്കും ഞാൻ പഴയ കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് ശരിക്കും വിഷമം വരും. കാരണം എൻ്റെ ലൈഫിൽ എപ്പോഴും ഞാൻ ഒരുപാട് ആൾക്കാരനെ, ഭയങ്കര റെയറായിട്ടുള്ള ആൾക്കാരനെ പേഴ്സണലി സ്പേസ് കൊടുക്കാറുള്ളൂ. ഫ്രണ്ട്ഷിപ്പ് ആയാലും എന്തായാലും. പക്ഷേ ഞങ്ങൾ 8-10 വർഷമായിട്ട് ഞങ്ങളുടെ ഇഷ്ടമല്ലായിരുന്നു, വെറുപ്പായിരുന്നു കാണാനെന്ന് പറയുന്നെങ്കിൽ ദാറ്റ്സ് വെരി ബാഡ്. അത് ആൾക്കാർക്ക് ആ ഒരു പൊസിഷനിൽ കൂടി പോകുമ്പോഴേ മനസ്സിലാവുള്ളൂ. ഓക്കെ, ഇതിന് ജൂലിയറ്റ് ഇഷ്യൂ, ക്യാൻസർ സർവൈവർ, ഇതെല്ലാം പറഞ്ഞ് ആൾക്കാരുടെ സിമ്പത്തിയും പബ്ലിസിറ്റിയും എല്ലാം പിടിക്കാൻ വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ്. കാരണം ഈ ഒരു റീസൺ പറയണമെങ്കിൽ അത് ഞാൻ മാത്രമേ പറഞ്ഞാലും ശരിയാവുള്ളൂ. കാരണം ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാർ നല്ല എന്നെയും ഡിംപിളിനെയും ഡാലുവിനെയും അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇത്ര വർഷമായിട്ട് ഞങ്ങൾ ഒരുമിച്ചാണ് എല്ലാത്തിനും. ഡാലുവിനെ പറ്റി പറയാനാണെങ്കിൽ യു കനോട്ട്, ദർ ഇസ് നോ വേർഡ്സ്. ഡാലു ഡിംപിളിന് വേണ്ടി എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. ഈ അവസാനത്തെ ഫേവർ വരെ, ഡിംപിള് ബിഗ് ബോസിൽ കയറാനുള്ള ഫേവർ വരെ ഡാലുവാണ് ചെയ്തു കൊടുത്തിരിക്കുന്നത്. എനിക്കും എൻ്റെ ഇൻ്റർവ്യൂ കോൾ വന്ന് ഡാലു പറഞ്ഞിട്ട്, ഡിംപിളിനും ഇൻ്റർവ്യൂ കോൾ വന്ന് ഡാലു പറഞ്ഞിട്ടാണ് ഇപ്പോൾ പറയുന്നത്. തിങ്കിളുടെ ഇൻഫ്ലുവൻസ് വെച്ചിട്ടാണ് എനിക്ക് ബിഗ് ബോസ് കിട്ടിയത് മലയാളി ഹൗസിൽ നിന്ന്. അത് ഇത്രത്തോളം ഫേക്ക് എങ്ങനെയാവാൻ പറ്റും? തിങ്കിളിന് ഞാനാണ് ഏഷ്യനെറ്റിൻ്റെ ആൾക്കാരുടെ നമ്പേഴ്സും പേര് ഞാൻ പറയുന്നില്ല, അവരുടെ നമ്പേഴ്സ് ഞാനാണ് ഫോർവേഡ് ചെയ്ത് കൊടുത്തത് വാട്സപ്പിൽ. അതിപ്പോഴും എൻ്റെ വാട്സപ്പിൽ കിടപ്പുണ്ട്. ഇത്രയും ഫേക്കായിട്ട് ഇങ്ങനെ ആൾക്കാരെ പറ്റിക്കാനായിട്ട് ഇവർക്ക് എങ്ങനെ പറ്റുന്നതെന്ന് എനിക്കറിയാൻ പാടില്ല. 8 വർഷം ഞങ്ങളെ പറ്റിക്കുന്നെങ്കിൽ ഒരു 100 ദിവസം നിങ്ങളെ പറ്റിക്കുന്നതാണ് ഇത്രയും വലിയ പാട്. അവർക്ക് ദേ ആർ വെരി എക്സ്പേർട്ട്. പിന്നെ ഞാനൊരു സീൻ കണ്ടായിരുന്നു ബിഗ് ബോസിൽ, ഫിറോസ് പറയുന്നത് ഡിംപിൾ ഫേക്കാണ്, ഡിംപിളിൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ. എക്സാക്ട്ലി, ഡിംപിൾ പറയുന്നതാണ് ഡിംപിളിന് സത്യം. ഡിംപിൾ പറയുന്നത് നടക്കണം, ഡിംപിൾ പറയുന്നതാണ് കാര്യമുള്ളതെന്നാണ് ഡിംപിളിൻ്റെ വിചാരം. അത് ഈ ഒരു പേരിലാണ് ഞാനും ഡിംപിളും എപ്പോഴും തല്ലും പിടിക്കാറ്. എപ്പോഴും പറയാറുണ്ട്, എപ്പോഴും ഞങ്ങൾ തല്ലുപിടിക്കുന്ന കാര്യങ്ങൾ ഇത് മാത്രമേ ഉള്ളൂ. ഡിംപിൾ പറയുന്നതെല്ലാം ശരിയാണ്, ഡിംപിൾ പറയുന്നതാണ് സെൻസിബിൾ ആയിട്ടുള്ളത്. ബാക്കി എല്ലാവരും നമ്മളൊക്കെ എന്താ പറയുക, ലോക്കൽ മല്ലൂസ് അല്ലേ.
ലോക്കൽ തേർഡ് റേറ്റഡ് മല്ലൂസ്. എന്താണ് പറയുന്നത്, എപ്പോഴും വിളിക്കുന്നൊരു പേരുണ്ട് ഡിംപിൾ. ഹൊറിബിൾ മെൻറ്റാലിറ്റി. മലയാളി മെൻറ്റാലിറ്റി ഈസ് ഹൊറിബിൾ. മലയാളികളെ വിശ്വസിക്കാൻ പാടില്ല. ഷീ ഈസ് എ രാജ്പൂത്ത്. എൻ്റെ ബ്ലഡ് രാജ്പൂത്ത് ബ്ലഡാണ്. അതുകൊണ്ട് എനിക്ക് ഈ സ്വഭാവം ഇല്ലാത്തത്. നിങ്ങളെന്തിനാ ഇങ്ങനെ ചിന്തിക്കുന്നത്? നിങ്ങൾ ലോക്കൽ മലയാളീസ്. ആ മലയാളീസ് വേണ്ടി വന്നില്ലേ ഇപ്പോൾ ഒരു ലെവലിലെത്താൻ വേണ്ടിയിട്ട്? ഒന്നുമില്ലെങ്കിലും ഒരു സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ആ ബിഗ് ബോസ് മലയാളി ഹൗസിൽ വന്ന് മലയാളികൾ വേണ്ടി വന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട്. എവിടെ പോയി രാജ്പൂത്ത് ടീംസ്? എൻ്റെ ബ്ലഡിലുള്ള രാജ്പൂത്ത് എവിടെ പോയി? മലയാളം ഫിലിംസിനോട് പുച്ഛം, മലയാളം ആക്ടർ ലാലേട്ടനോട് പുച്ഛം, അതൊന്നും ഞാൻ പറയുന്നില്ല. ദാറ്റ് ഇസ് നോട്ട് എ റീസൺ ഫോർ മീ. അത് എല്ലാ ആൾക്കാരും, അത് ഡിംപിൾ അറിയുന്ന എല്ലാവർക്കും അറിയാം. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ട്രിപ്സിന് പോകാറുണ്ട്, ഔട്ടിങ്ങിന് പോകാറുണ്ട്. ഐ എം എ പേഴ്സൺ ഹു ലിസൺ ടു മലയാളം സോങ്സ്. എനിക്ക് ഓൾഡ് മലയാളം സോങ്സ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ചിലപ്പോൾ എനിക്ക് മൂഡ് സിങ്സ് വരുമ്പോഴത്തേക്ക് ഞാൻ മലയാളം പാട്ട് വെക്കാറുണ്ട്. ആ സമയത്ത് ആ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് പോകും ആൾ. വാട്ട് ലോക്കൽ ലാംഗ്വേജ് യു ആർ പുട്ടിങ്? എന്ത് ലോക്കൽ ലാംഗ്വേജാണ് നീ ഇടുന്നത്? നിനക്കൊക്കെ വേറെ പണിയില്ലേ? വേറെ നല്ല പാട്ട് കേൾക്ക്. ഈ ലോക്കൽ ലാംഗ്വേജ് കേൾക്കാനായിട്ട് ഇത്രയും പുച്ഛിക്കുന്ന ഒരാൾ ഒരു എപ്പിസോഡിൽ പറയുക, എൻ്റെ അമ്മ മലയാളിയല്ലേ, ഞാൻ എങ്ങനെയാണ് പുച്ഛിക്കുകയെന്ന്. എന്ത് ആക്ടിങ്! മിണ്ടുന്നതിന് കരച്ചിൽ. എൻ്റെ ഈ 8-10 വർഷം ഉണ്ടായിട്ട് ഡിംപിൾ കരയുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഒരു പ്രാവശ്യം കരയുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇത്ര സ്ട്രോങ് ആയിട്ടുള്ളൊരു കുട്ടി, പ്ലസ് പോയിൻ്റ് അതൊക്കെ. ഇത്ര സ്ട്രോങ് ആയിട്ടുള്ള കുട്ടി, ഇത്രയും നല്ല ആറ്റിറ്റ്യൂഡുള്ള കുട്ടി ബിഗ് ബോസിൽ ചെന്നപ്പോഴത്തേക്കും സ്ട്രാറ്റജി ആകാം, ഗെയിം പ്ലാൻ ആകാം, അതെല്ലാം ആവണം. അതെല്ലാവരും കളിക്കുന്നതാണ്, എല്ലാവരും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇല്ലാത്ത ഇമോഷൻസ്, ഇല്ലാത്ത ഫ്രണ്ട്ഷിപ്പ്, ഒരു മരിച്ച കുട്ടീനെ യൂസ് ചെയ്തു അല്ലേ? ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ഒരാളുടെ പബ്ലിസിറ്റി എടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇതെല്ലാം പറയുന്നത് എൻ്റെ എക്സ്പീരിയൻസസ് ആണ്. ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല ജൂലിയറ്റ്. ഞാൻ ജൂലിയറ്റ് എന്നുള്ള പേര് കേൾക്കുന്നത് തന്നെ ആ FBയിൽ പോസ്റ്റ് വന്ന ദിവസമാണ്. ഞാൻ ഡിംപിളിൻ്റെ പോസ്റ്റ് വായിക്കാറില്ല. ഒന്നാമത് കുറേ എഴുതിയിട്ടുണ്ടാകും. അതിപ്പം ഒരു പൂച്ച കാണാതെ പോയാലും ഒരു പൂച്ചനെ കിട്ടിയാലും ഞാൻ കുറ്റമായിട്ട് പറയുന്നതല്ല, ഷീ റൈറ്റ്സ്. അപ്പം ഇങ്ങനെ എഴുതിയപ്പോൾ ഞാൻ വിചാരിച്ചു എന്തോ ഒരു മാറ്റർ ആയിരിക്കും, ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ആയിരിക്കും എന്ന് വിചാരിച്ചു. പിന്നെ എൻ്റെ അടുത്ത് ഇത് ഡിസ്കസ് ചെയ്തപ്പോഴാണ് എൻ്റെ അടുത്ത് ഈ ജൂലിയറ്റ് എന്ന് പറഞ്ഞൊരു പേര് വരുന്നത് അല്ലേ. അതെന്നൊക്കെ പറഞ്ഞ ഒരു മരിച്ച ഒരു ഫ്രണ്ട്ഷിപ്പിന് റീയൂസ് ചെയ്യുക, പബ്ലിസിറ്റി കിട്ടുക, ദാറ്റ്സ് വെരി ചീപ്പ് എന്നല്ല, അത് തന്നെ വേറെ പേര് പറയും, പക്ഷെ അത് ഞാൻ പറയുന്നില്ല ഇപ്പോൾ ഇവിടെ. ഇറ്റ്സ് വെരി ചീപ്പ്. അതുകൂടാതെ തന്നെ ഞങ്ങളെ യൂസ് ചെയ്ത്, ഞങ്ങൾ മീൻസ് എന്നെയല്ല, സ്പെഷ്യലി ഡാലു. പിന്നെ 8 years ഞാൻ വന്നു എന്ന് പറഞ്ഞല്ലോ. ഇവിടെ ഡാലു ഡിംപിളിൻ്റെ ഒപ്പം മോഡലിങ്ങിന് സ്റ്റാർട്ട് ചെയ്തു 8 to 9 years ബാക്ക്. ഷീ വാസ് ജസ്റ്റ് ഹോസ്റ്റിംഗ് ഗേൾ. ഡൽഹിയിൽ എന്തോ ഹോസ്റ്റിംഗ് ഗേൾസും പിന്നെ വേറെ എന്തോ പണികളൊക്കെ ആയിരുന്നു അവിടെ. മീൻസ് ചെറിയ ഹോസ്റ്റിംഗ് വർക്ക്സും അതും ഇതൊക്കെ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഇവിടെ വന്ന് ഡാലു ആണ് മോഡൽ ഫ്രം ഡൽഹി എന്നും പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഷി വാസ് നോട്ട് എ മോഡൽ എന്ന് പറഞ്ഞ് ഇൻട്രൊഡ്യൂസ്